ഇതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണത് 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമായിരുന്നു. അന്ന് നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം 2021 ശേഷമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു തുടങ്ങിയത്. 2019 ഫെബ്രുവരി 14 തീയതിയിലുണ്ടായ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള അഭിമത രാഷ്ട്ര പദവി ഇന്ത്യ പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് 200% തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ഇതോടെ പാകിസ്ഥാന് നഷ്ടമാവുകയായിരുന്നു. ഇത്തരത്തിലുള്ള തിരിച്ചടികളൊന്നും കൂടാതെയാണ് പാകിസ്ഥാന് മേൽ അടുത്ത പണിയും ഇന്ത്യ ഇന്ന് കൊടുത്തത്. ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടരുന്ന ഇന്ത്യ ശക്തമായ സന്ദേശം തന്നെയാണ് അവർക്ക് നൽകുന്നത്. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടായിരുന്നു ഇന്ത്യയുടെ ഇന്നത്തെ തിരിച്ചടി. ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറുകയും ചെയ്തു. ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു. മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. അപകട നിലയേക്കാൾ മുകളിലാണ് വെള്ളപ്പൊക്ക ഭീഷണി എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടി കൂടിയാണിത്. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടയിലാണ് ഉറി ഡാം തുറന്നുവിട്ടുകൊണ്ടുള്ള നിർണായക നീക്കം നടത്തിയത്. പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിലെയും ചകോദിയയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു. ജലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത്. ഇന്ത്യ മനഃപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നുവിട്ടതാണെന്നാണ് പാക് അധീന കശ്മീരിലെ സർക്കാർ ആരോപിച്ചത്. മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ പറയുന്നു. ഇതുവരെ സംഭവത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണെന്നും റിപ്പോർട്ടുകൾ